നമസ്കാരം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യോഗ പ്രദീപികയിലെ 2-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ മന്ത്രം നമ്മൾക്കൊന്ന് നോക്കാം. ചലേ വാതേ ചലേ ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേത് യോഗിസ്ഥാണുത്വമാപ്നോതി തഥോ വായും നിരോധയേത്. അതായത് ശ്വസനവും മനസ്സും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് നമ്മൾക്ക് തന്നെ പ്രായോഗികമായി അറിയുന്നതാണ്. കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, ഉടനെ നമ്മുടെ ശ്വാസോച്ഛ്വാസം ക്രമരഹിതമാവും. ഒരു പാമ്പിനെ കണ്ടാൽ മതി അല്ലേ, നമ്മുടെ ശ്വാസോച്ഛ്വാസം ക്രമരഹിതമാവും. എന്തെങ്കിലും ഒരു ദുഃഖ വാർത്ത കേട്ടാൽ മതി, നമ്മുടെ ശ്വാസോച്ഛ്വാസം ക്രമരഹിതമാവും. ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ മനസ്സും ശ്വസനവും ബന്ധപ്പെട്ടതാണ്. 100% നമ്മുടെ മനസ്സും ശ്വസനവും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ശ്വസനം ക്രമീകരിച്ചാൽ ശ്വസനത്തെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിക്കാം. മനസ്സിനെ നമുക്ക് നേരിട്ട് പിടിക്കാൻ പറ്റില്ല. വളഞ്ഞ മൂക്ക് പിടിക്കണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് മനസ്സിനെ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ പ്രാണായാമം നല്ല ശരിയായി മനസ്സിലാക്കി പ്രാണായാമം ചെയ്താൽ നമുക്ക് മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ മനസ്സിങ്ങനെ ഒരു ചക്രം പോലെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചക്രത്തെ നിർത്തുന്നതാണ് ജീവിത വിജയം. അതിനെ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ കോസ്മിക് ഇൻ്റലിജൻസായി മാറും. നമ്മുടെ പ്രപഞ്ച ബുദ്ധി തന്നെയായി മാറും. മനസ്സിനെ നിശ്ചലമാക്കി ഈ കാണിച്ചു തരുന്നതിൽ നമ്മുടെ മനസ്സാണ്. വളരെ അർത്ഥവത്തായ ഒരു മന്ത്രമാണിത്. ചലേ വാതേ ചലേ ചിത്തം നിശ്ചലേ നിശ്ചലം ഭവേത് യോഗിസ്ഥാണുത്വമാപ്നോതി തഥോ വായും നിരോധയേത്. വായുവിനെ ഇങ്ങനെ നമ്മൾ നിരോധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റഡി സ്റ്റേറ്റിൽ എത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.